ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പൊട്ടറ്റോ പ്രോൺ ഫ്രൈ ട്രൈ ചെയ്താലോ? എപ്പോഴും വീട്ടിൽ കൊഞ്ച് വാങ്ങുമ്പോൾ നിങ്ങൾ പൊരിക്കുന്നുണ്ടാവും, തോരൻ വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തീയലുണ്ടാക്കുന്നുണ്ടാവും. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു പൊട്ടറ്റോ പ്രോൺ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് കടുക് വറുക്കാം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് വറുക്കാം. കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായി ഇളക്കി അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊക്കെ നന്നായി വഴറ്റി അതൊരു ട്രാൻസ്പാരൻറ്റ് രൂപത്തിലെത്തുമ്പോഴേക്കും നമ്മളതിലേക്ക് തൊലിയെടുത്ത് കഴുകി അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു വലിയ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ഗരം മസാല ചേർക്കുന്നില്ല, അല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. നന്നായി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ പൊട്ടറ്റോയൊക്കെ ഒന്ന് പകുതി വേവിൽ കിട്ടണം. ഇപ്പം കണ്ടോ, വെള്ളമൊക്കെ ഏകദേശം വറ്റി പൊട്ടറ്റോയൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള കൊഞ്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് തീരെ ചെറിയ കൊഞ്ചല്ല, ഇത്തിരി വലിയ കൊഞ്ചായതുകൊണ്ട് ഞാനതിനെ 2ആയിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അല്പം നേരം കഴിയുമ്പോൾ തന്നെ അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇറങ്ങി ഇതാ കണ്ടോ, കൊഞ്ചൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഫുള്ള് വറ്റിച്ചെടുക്കണം. വറ്റി വരുമ്പോഴേക്കും അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി ഈ വെളിച്ചെണ്ണയിൽ അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇപ്പം കണ്ടോ എന്ത് ഭംഗിയായി. കാണുമ്പോൾ തന്നെ നല്ല രുചികരമായ ഒരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ടാറ്റാ.